കഴിഞ്ഞ 2 തവണയായി UDF-ന് നഷ്ടപ്പെട്ട താനൂർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് താനൂരിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്. മന്ത്രിയായിരുന്നയാളാണ് എതിരാളിയെന്നത് വിഷയമല്ലെന്നും നവാസ് മീഡിയാവിനോട് പറഞ്ഞു. MSF സംസ്ഥാന പ്രസിഡന്റ് ആദ്യമായി മുസ്ലിം ലീഗ് സീറ്റ് അനുവദിച്ചിരിക്കുകയാണ്. PK നവാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MSF-ന്റെ പ്രസിഡന്റ് സീറ്റ് അനുവദിക്കൽ പതിവല്ല. എന്ത് തോന്നുന്നു? ഏറെ സന്തോഷമുണ്ട്. എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ട് 27 പേരുടെ ഊർജ്ജസ്വലമായൊരു ലിസ്റ്റാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി 100 സീറ്റിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻ എക്കാലത്തെയും ഉയർന്നൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കുമെന്നത് ഈ ലിസ്റ്റ് പ്രാഥമിക പരിശോധിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. അതുതന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. താനൂർ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 2 തവണ ഞങ്ങളുടെ കയ്യിലില്ല. താനൂർ സീറ്റ് ഞങ്ങളെ ഭയപ്പെടുന്നൊരു സീറ്റല്ല. UDF-ൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ 2 തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. താനൂരിലെ ജനങ്ങൾ അത് തിരിച്ചുപിടിക്കാൻ UDF-ൻ്റെ പ്രവർത്തകന്മാർ തിരിച്ചുപിടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിന് ഒരു നിയോഗമായി വന്നു ഞാനെന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി പ്രവർത്തകന്മാർ, UDF-ൻ്റെ പ്രവർത്തകന്മാർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെല്ലാം കേരളത്തിൽ 100 സീറ്റുമായി VD സതീശൻ പറഞ്ഞ വിസ്മയകരമായൊരു വിജയം UDF-ന് ഉണ്ടാകുമ്പോൾ അതിൽ താനൂരും ഉണ്ടാകണം എന്ന് അവിടുത്തെ ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. അത് പൂർത്തീകരിക്കപ്പെടണം. മന്ത്രിയായിരുന്ന V. അബ്ദുറഹ്മാൻ ആയിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ സർപ്രൈസ് അവിടെ എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. എന്തായിരിക്കും? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF-ൻ്റെ പ്രതിനിധിയെ മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പുറത്ത് സ്വാഭാവികമായൊരു സ്ഥാനാർത്ഥി വരും, അദ്ദേഹത്തിന് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. അത് മന്ത്രിയാണോ അല്ലേ എന്നൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് 10 വർഷമായി ഈ ഭരണത്തിനെതിരെ വിലയിരുത്താൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളുണ്ട്. ഈ ഭരണത്തിൻ്റെ വികസന മുരടിപ്പിൽ അസ്വസ്ഥമായി നിൽക്കുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ വോട്ടുകളെ ശേഖരിക്കാൻ UDF-ന് കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. MSF കാലത്തെ ഒരു പെർഫോമൻസ്, മൊത്തത്തിൽ ടീമിൻ്റെ പെർഫോമൻസ് ഈ സ്ഥാനാർത്ഥി സഹായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, MSF കാലത്തെ പെർഫോമൻസ് യൂത്ത് ലീഗ് കാലത്തെ അത് കാലത്ത് നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ഡ്യൂട്ടിയാണ്. MSF-ൻ്റെ പെർഫോമൻസ് കൊണ്ട് നാളെ നിയമസഭാ സീറ്റ് കൊടുക്കുക, യൂത്ത് ലീഗിൻ്റെ പെർഫോമൻസ് 4 സീറ്റ്, അങ്ങനൊന്നുമല്ല.